എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ഹൽവയാണ് തയ്യാറാക്കുന്നത്. നേന്ത്രപ്പഴവും ശർക്കരയും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഞാൻ ഒരുപാടൊന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല, 2 സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. ഇതുപോലെ ഒരു ടേബിൾ സ്പൂണിന് 2 സ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് കാഷ്യൂ ബദാമും ആണ്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലായനിയാക്കാൻ വെക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൽവ തയ്യാറാക്കാനായിട്ട് വെക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ ബദാമും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂം ബദാമും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മാറ്റി കൊടുത്തിട്ട് നമ്മൾ പഴം അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ആ നെയ്യിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ നോക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ശർക്കരയും നേന്ത്രപ്പഴവും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ്. ഒരുപാട് നെയ്യൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ്. ശർക്കരപ്പാനി എപ്പോഴും ഒന്ന് അരിച്ചെടുക്കണം, കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പഴത്തിൻ്റെ മിക്സും ഈ ശർക്കരപ്പാനിയും കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ യോജിച്ച് കിട്ടാനായിട്ട്. കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്തെടുക്കുക. ആദ്യം ഒരു 5 മിനിറ്റോളം, അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവം വരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി വീണ്ടും ഈ നെയ്യിലേക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരല്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമുക്കിത് യോജിപ്പിച്ചെടുക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ നല്ലതുപോലെ കുറുകിയതിന് ശേഷം മാത്രമേ ഇത് പാനിലേക്ക് മാറ്റാവുള്ളൂ. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവാകണം, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഒരല്പം നെയ്യ് പാത്രത്തിൽ പുരട്ടി കൊടുക്കണം. നമുക്ക് ഹലുവ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുന്ന പരുവാകണം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. സ്പൂണിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് തടവിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ള എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരണം. അപ്പോൾ അത് ഹലുവ എല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ ബൈ. താങ്ക് യു.